എൻ്റെ പേര് ശ്രീകുമാർ. വെളിയത്ത് ഗാർഡൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഫാം ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളുടെ കളക്ഷൻസ് ആണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു നഴ്സറി ആയിട്ട് പ്ലാന്റ്സുകളുടെ സെയിലുണ്ട്. ഇത് മദർ പ്ലാന്റ്സുകൾ, ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ മാത്രമുള്ളൊരു ഏരിയ ആണ്. ഏതാണ്ടൊരു 90% വിദേശ പഴങ്ങൾ ഇവിടെ കായ്ക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹോബിയായിട്ട് മാത്രം തുടങ്ങിയതാണ്. ഏതാണ്ടൊരു 15 ഇയേഴ്സ് ബാക്കിൽ ജസ്റ്റ് ഒരു ഹോബി എന്ന രീതിയിൽ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ട്രോപ്പിക്കൽ ഏരിയകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളാണ്. ഇതിപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് വലിയ വലിയ മരങ്ങളായി ഇതിലെല്ലാം കായ്ക്കുന്നുമുണ്ട്. നമ്മൾ നഴ്സറിയിൽ സെയിൽ ചെയ്യുന്ന അധിക തൈകളും ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതായത് ലെയറിങ്ങോ ബഡിങ്, ഗ്രാഫ്റ്റിംഗ് എന്ന രീതികളിൽ നിന്നെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ തന്നെയാണ് നമ്മുടെ നഴ്സറിയിൽ സെയിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നഴ്സറി മഞ്ഞപ്പെട്ടി തന്നെയാണ്. മഞ്ഞപ്പെട്ടിയിൽ മെയിൻ റോഡിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ മാത്രമല്ല, ഓർണമെൻ്റൽ പ്ലാന്റ്സുകളായാലും ഫ്ലവറിങ് പ്ലാന്റ്സുകളായാലും ഇൻഡോർ പ്ലാന്റ്സുകൾ, ഇങ്ങനെയുള്ള പല ഇതിലും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുന്നത് വലിയ വലിയ മാവുകൾ, പ്ലാവുകൾ, അതായത് കായോട് കൂടിയിട്ടുള്ള മാവുകൾ, പ്ലാവുകൾ, റംബൂട്ടാൻ, പുലോസാൻ അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്കാണ് കൂടുതൽ കസ്റ്റമേഴ്സ് ഇന്നുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഈ എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ എല്ലാം കായ്ക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന പേരുകളും ആദ്യമായിട്ട് കാണുന്ന ചെടികളെല്ലാം ആയതുകൊണ്ട് ഇവയെല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പല കസ്റ്റമേഴ്സും കൊണ്ടുപോയി ഇതെല്ലാം കായ്ച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് ആവശ്യക്കാരായിട്ട് വരുന്നുണ്ട്. ശരിക്കും ഇവിടെ ഉള്ളത് ഒരുപാട് ഫലവൃക്ഷങ്ങളാണുള്ളത്, വിദേശ ഫലവൃക്ഷങ്ങൾ. അതിലിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മേമി സപ്പോട്ടെ, ആമസോൺ ട്രീ ഗ്രേപ്പ്, മട്ടോവ, പിന്നെ ഒരുപാട് വെറൈറ്റി ജബോട്ടിക്കാവുകൾ, ഐസ്ക്രീം ബീൻസ്, അങ്ങനെയുള്ള ഒത്തിരി ചെറികൾ, ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നേരത്തെ നമുക്ക് ഇവിടെ തന്നെയായിരുന്നു സെയിൽ ഉണ്ടായിരുന്നത്. സ്ഥലപരിമിതിയാണ് പുതിയ ഒരു സ്ഥലത്തേക്ക് മാറാനായിട്ട് കാരണമായത്. പുതിയ നഴ്സറിയിൽ ഒരുപാട് ഏരിയയിൽ തന്നെ ഒരുപാട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളുടെ ഒരു സീസൺ പറയുകയാണെങ്കിൽ ജാനുവരി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും. പിന്നെ റെയിനി സീസണിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ റംബൂട്ടാനും മംഗോസ്റ്റിനും ഒക്കെ ആയിട്ടുള്ള കോമൺ ഫ്രൂട്ട്സുകളായിരിക്കും ഉണ്ടാവുക. ഓർണമെൻ്റൽ പ്ലാന്റ്സുകളും ഈ ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾക്ക് അത്ര വലിയൊരു ഫംഗൽ അറ്റാക്കുകളോ അല്ലെങ്കിൽ കേടോ ഒന്നുമില്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വളരെ എളുപ്പമാണ്.
ഇതിൻ്റെയൊക്കെ ഒരു കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മുടെ മാവും പ്ലാവും ഒക്കെ നാടൻ ഐറ്റംസ് ഒക്കെ കെയർ ചെയ്യുന്ന പോലെയുള്ള വളപ്രയോഗങ്ങളും ഇതെല്ലാം മാത്രം മതി. കാരണം ഇതെല്ലാം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ തന്നെ വളരുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊരു കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരിക്കലും ഇവിടുന്ന് ചെടികൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് പിന്നീട് ആ ചെടികൾ നടുന്നതിനെക്കുറിച്ചോ വളപ്രയോഗത്തെക്കുറിച്ചോ ഒക്കെ ഉണ്ടാകുന്ന സംശയങ്ങളെല്ലാം നമ്മളുടെ സ്റ്റാഫുകളെ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അഡ്വൈസുകൾ കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ആദ്യമല്ല ഒരു 1 man ഷോ ആയിരുന്നു. ഇപ്പോൾ ഓഫീസ് സ്റ്റാഫുകൾ മാത്രമല്ല ബാക്കിയുള്ള ഗാർഡനിലെ സ്റ്റാഫുകളും ലേബേഴ്സും എല്ലാവരും കൂടി ഏതാണ്ട് ഒരു 40ഓളം സ്റ്റാഫുകൾ ഇപ്പോൾ ഉണ്ട്. ഇതൊരു ഫോഗിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. UV ഷീറ്റിൻ്റെ അടിയിൽ നമുക്ക് വളരെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ വളരെ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ ഫോഗിൻ്റെതായ ഒരു രീതിയിലേക്ക് സ്പ്രേ ചെയ്യിപ്പിച്ചിട്ട് നഴ്സറിക്കകത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഫാമും പിന്നെ നഴ്സറി സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 4.5 ഏക്കറോളം ഉണ്ട്. ഇതിനകത്താണ് നമ്മളുടെ എല്ലാ പ്രൊഡക്ഷൻസ് നടക്കുന്നതും എല്ലാം. ഇതിൽ തന്നെ ഇപ്പോൾ കൊമേഴ്ഷ്യലി ചെയ്യാൻ പറ്റാവുന്ന ഒത്തിരി അധികം ഇനങ്ങളുണ്ട്. അതായത് മട്ടോവയും അബിയു, മേമി സപ്പോട്ടെ ഇങ്ങനെയുള്ള പല ഐറ്റംസും കേരളത്തിൽ പല ആൾക്കാരും കൊമേഴ്ഷ്യൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല ഒരു ഈൽഡ് കിട്ടി തുടങ്ങിയിട്ടുമുണ്ട്. ചെടികൾ വാങ്ങാനായിട്ട് നമ്മളുടെ നഴ്സറിയിൽ വരാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്താലും അതല്ല വെബ്സൈറ്റിലൂടെയും പർച്ചേസ് ചെയ്യാൻ പറ്റും. വലിയ വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അതിൻ്റെ സൈസ് അറിയണമെന്നും അതിൻ്റെ ബാഗ് സൈസ്, പ്ലാന്റിൻ്റെ സൈസ് ഇതെല്ലാം വളരെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ സ്റ്റാഫുകൾ വാട്സപ്പിലൂടെ കാണിച്ചു തന്ന് അത് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. വലിയ വലിയ പ്ലാന്റ്സുകളാണെങ്കിൽ നമ്മൾ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെയാണ് കേരളത്തിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. കേരളത്തിന് പുറത്തേക്കാണെങ്കിലും കൊറിയർ സർവീസ് ഉണ്ട്, ട്രെയിനിൽ അയക്കുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ സർവീസുകളും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളുടെ പ്രൊഡക്റ്റുകളൊക്കെ ആമസോൺ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ നഴ്സറിയുടെ ടൈമിങ് രാവിലെ 8 തൊട്ട് വൈകിട്ട് 7:30 വരെയാണ്. ഇപ്പോൾ ഇവിടെ സെറാമിക് പോട്ട്സുകളും മറ്റ് ഫൈബറിൻ്റെ പോട്ട്സുകളെല്ലാം അവൈലബിൾ ആണ്. അത് മാത്രമല്ല സെറാമിക് പോട്ട്സുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓർണമെൻ്റൽ പ്ലാന്റ്സുകളും ലഭിക്കും. ചില കസ്റ്റമേഴ്സ് എല്ലാം അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഇന്ന പ്ലാന്റ് ഇന്ന പോട്ടിൽ സെറ്റ് ചെയ്ത് തരണം എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പല കസ്റ്റമേഴ്സിൻ്റെയും റിക്വസ്റ്റ് പ്രകാരം പ്ലാന്റ്സുകൾ അവരുടെ പറമ്പിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പോട്ടിംഗ് മിക്സ്ചറുകൾ, ബബിൾസ് അങ്ങനെയുള്ള പല പല ഫെർട്ടിലൈസേഴ്സ്, ഫംഗിസൈഡ്സ് ഇതെല്ലാം ആഡ് ഓൺ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അധികം കസ്റ്റമേഴ്സും ഇപ്പോൾ പറയുന്നൊരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥലപരിമിതിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പല പല ചെറിയ ഐറ്റംസ് ടെറസിൻ്റെ മുകളിലാണെങ്കിലും ഗ്രോ ബാഗുകളിലും പോട്ടുകളിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന പല ഇനങ്ങളും ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. പലരും ടെറസിൽ മാവുകളും പ്ലാവുകളും ഒക്കെ തന്നെ
പോട്ടുകളിൽ വളർത്തി ആവശ്യത്തിനുള്ള കായ്ഫലം കിട്ടുന്നുണ്ട്. സ്ഥലമുള്ളവർക്കാണെങ്കിൽ വീടിന് ചുറ്റും വയ്ക്കാൻ പറ്റാവുന്ന ഒത്തിരി നല്ല പഴങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ നമുക്കുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ കുട്ടികൾക്കായാലും ഫാമിലിക്കായിട്ടും ഉള്ള ഫലങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും.